നമുക്ക് ആശങ്കയെ തുടരുന്നത് അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ ഉയർത്തുന്ന ഭീഷണിയാണ്. അതിൽ പലതും ഇപ്പോൾ തീരത്തടിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് കൊല്ലം, കരുനാഗപ്പള്ളി, ചെറിയഴീക്കിലും നീണ്ടകരയിലും ചവറയിലുമൊക്കെയാണ് ഈ കണ്ടെയ്നറുകൾ അടിഞ്ഞിരിക്കുന്നത്. മറ്റ് തീരങ്ങളിലും കണ്ടെയ്നറുകൾ അടിയാനുള്ള സാധ്യതയുണ്ടെന്ന് ജില്ലാ കളക്ടർമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഈ പ്രദേശത്ത് നിന്ന് കൂടുതൽ കുടുംബങ്ങളെ ഇന്ന് രാവിലെയോടെ ഒഴിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. മനോജ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. മനോജ്, നേരത്തെ നമ്മൾ രാവിലെ 6:30 മുതൽ തന്നെ അവിടെ നിന്ന് തത്സമയ ദൃശ്യങ്ങൾ നൽകുന്നതാണ്, റിപ്പോർട്ട് നൽകുന്നതാണ്. അവിടെ നാട്ടുകാർ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് അവരെല്ലാവരെയും മാറ്റിയ സാഹചര്യവുമുണ്ട്. നമുക്കറിയാം ഈ കപ്പലിൽ 74ഓളം ഒഴിഞ്ഞ കണ്ടെയ്നറുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ തീരത്ത് അടിഞ്ഞ കണ്ടെയ്നറുകളിൽ പലതും അങ്ങനെ ഒഴിഞ്ഞതാണ് എന്നുള്ളൊരു നിഗമനമുണ്ട്. അത് ഈ കപ്പലിൽ നിന്ന് നേരത്തെ ഒഴിഞ്ഞ് സൂക്ഷിച്ചിരുന്ന കണ്ടെയ്നറുകൾ തന്നെയാണോ അതോ അതിൽ രാസവസ്തുക്കൾ കടലിൽ കലർന്നതാണോ എന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല. അങ്ങനെയെങ്കിൽ ഉദ്യോഗസ്ഥരും പോലീസും അടക്കമുള്ള സംഘം ഈ കണ്ടെയ്നറുകളുടെയൊക്കെ സമീപത്ത് നിരീക്ഷണവുമായി ഉണ്ടോ? തീർച്ചയായും ഓരോ ഭാഗത്തായും ഉദ്യോഗസ്ഥർ അങ്ങനെ നിരീക്ഷണത്തിൻ്റെ ഭാഗമായി എത്തുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ പരിമളം ഭാഗത്താണ്, അതായത് നീണ്ടകര പരിമളം ഭാഗത്താണ് ഈ കണ്ടെയ്നർ രാവിലെ അടിഞ്ഞിട്ടുള്ളത്. അവിടെയാണ് നിൽക്കുന്നത്. അവിടേക്ക് ആളുകളൊക്കെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഈ കണ്ടെയ്നറിൻ്റെ ഒരു വശം പൊട്ടിയ ആ ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഈ പൊട്ടിയതിനാൽ തന്നെ ഇതിനകത്ത് ഒന്നുമില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ വിലയിരുത്തിക്കുന്നത്. എങ്കിലും ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അതിൽ ഏത് തരത്തിലുള്ള വസ്തുവാണ് ഉണ്ടായിരുന്നത് എന്നതിനെപ്പറ്റി കൂടുതൽ പരിശോധന നടത്തിയാൽ മാത്രമേ ആ കാര്യങ്ങളിലൊക്കെ ഒരു വിലയിരുത്തലുണ്ടാകൂ എന്നുള്ള ഇതാണ് നമ്മളോടൊക്കെ പറയുന്നത്. നേരത്തെ ASP അടക്കം ഇവിടെ എത്തിയിരുന്നു. ASP വ്യക്തമാക്കിയത് ഇവിടേക്ക് ഇത്തരത്തിൽ ഈ നാട്ടുകാരൊക്കെ ഇതിനടുത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണമെന്നുള്ളതാണ്. കാരണം ഇവരിങ്ങനെ ഇതിനെ അടുത്തേക്ക് പോയാൽ അതിൽ ഏത് തരത്തിലുള്ള വസ്തുവാണ് ഉണ്ടായിരുന്നത് എന്നതിനെ പറ്റിയിട്ടൊന്നും കൂടുതൽ വ്യക്തതയില്ല. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കടലിനുള്ളിൽ വെച്ച് ഇത് ഇത്തരത്തിൽ പൊട്ടി ഉള്ളിലേക്ക് പോയാൽ പോലും അതിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള അംശങ്ങൾ ഇതിലേക്ക് ഉണ്ടോ എന്നുള്ള കാര്യവുമുണ്ട്. എന്തായാലും കൂടുതൽ ഉദ്യോഗസ്ഥർ ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലം ജില്ലയിലാകെ തന്നെ 8 കണ്ടെയ്നറുകൾ അടിഞ്ഞതായാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതായത് മദാമാത്തോപ്പിലും അതോടൊപ്പം തന്നെ കരുനാഗപ്പള്ളി, ചെറിയഴീക്കൽ, അതോടൊപ്പം ഈ പരിമളം, നീണ്ടകര ഭാഗത്തൊക്കെ ഈ കണ്ടെയ്നറുകൾ അടിയുന്നുണ്ട്. അതിൻ്റെയൊക്കെ കണക്കുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇനിയും കണ്ടെയ്നറുകൾ അങ്ങനെ ഒഴുകി നടക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. അതായത് ഈ ഭാഗത്തേക്ക് കൂടുതലായി അടിയുവാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം നടത്തി വരികയാണ്. ഈ ആലപ്പുഴ തീരത്തേക്കടക്കം കണ്ടെയ്നറുകൾ വരുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ആലപ്പുഴ, കൊല്ലം ജില്ലകളിലാണ് കൂടുതലായും ഈ കണ്ടെയ്നറുകൾ അടിയുവാൻ സാധ്യത. അതായത് 100ഓളം കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം, കൂടുതൽ കണക്കുകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ അത്രയും കണ്ടെയ്നറുകൾ ഈ കടലിലൊക്കെ തന്നെ ഒഴുകി നടക്കുകയാണ്. അതൊക്കെ തന്നെ ഏതൊക്കെ ഭാഗത്തേക്കാണ് വരിക എന്നുള്ള ഒരു ആശങ്ക നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. കൃത്യമായും തീരദേശ ജനങ്ങൾക്ക് ഈ ഒരു നിർദ്ദേശം നൽകിയിരുന്നു എന്നുള്ളതാണ്. ഈ കണ്ടെയ്നറുകൾ എത്തുമ്പോൾ അതിൽ തുടരുത് എന്നുള്ള കാര്യം, അതോടൊപ്പം തന്നെ അടുത്തേക്ക് പോകരുത് എന്നുള്ള കാര്യമൊക്കെ തന്നെ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ജനങ്ങളൊക്കെ തന്നെ ആദ്യം ഉദ്യോഗസ്ഥരെ വിളിച്ച് അറിയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് ഇപ്പോൾ ഈ കണ്ടെയ്നറുകൾ വരുന്നതനുസരിച്ച് ആളുകളൊക്കെ തന്നെ അതിനടുത്തേക്ക് പോകുന്നത് വലിയ തരത്തിലുള്ള ഒരു പ്രശ്നമാണെന്ന് ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട്. നേരത്തെ പോലീസിനെ വിന്യസിച്ചിരുന്നു. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ഈ പരിമണം ഭാഗത്തുള്ള കണ്ടെയ്നറാണ്. ഈ കണ്ടെയ്നർ അങ്ങനെ ഒന്നുമില്ല എന്ന് തന്നെയാണ് നമുക്ക് പുറമേ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അതായത് 3 കണ്ടെയ്നറുകൾ അടങ്ങിയ ഒരു സെറ്റാണ് ഇവിടെ വന്ന് അടിഞ്ഞിരുന്നത്. ഇനി അടുത്ത സ്ഥലങ്ങളിലേക്ക്, അതായത് സമീപ പ്രദേശങ്ങളിലേക്ക് തന്നെ മറ്റ് കണ്ടെയ്നറുകൾ അടിയുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. നാട്ടുകാരൊക്കെ തന്നെ ഇവിടേക്ക് എത്തി ഇതൊക്കെ കൂടുതലായും വീക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള നിർദ്ദേശമുണ്ടെങ്കിലും അത് നാട്ടുകാർ ഇങ്ങനെ എത്തുന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് എന്നുള്ള കാര്യം പോലീസ് ഉദ്യോഗസ്ഥരടക്കം പങ്കുവച്ചിരുന്നു. എന്നാലും സുരക്ഷ എല്ലാ ഭാഗത്തും ശക്തമാക്കണമെന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഭാഗത്തേക്ക് കൂടുതൽ കണ്ടെയ്നറുകൾ ഇനിയും ഒഴുകിയെത്തിയേക്കാം. കാലി കണ്ടെയ്നറുകൾ എത്തുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള നാട്ടുകാരൊക്കെയും പറയുന്നത്. അതായത് ഈ കണ്ടെയ്നറുകളൊക്കെ കടൽഭിത്തിയിൽ വന്ന് ഇടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കടലിൽ വെച്ച് തന്നെ ഈ വസ്തുക്കളൊക്കെ അതിനുള്ളിലേക്ക് പോയിട്ടുണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു അറേബ്യൻ കടലിലുള്ള ഈ ചരക്ക് കപ്പൽ, അതായത് അറബിക്കടലിൽ മുങ്ങിയിട്ടുള്ള ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകളാണ് ഇപ്പോൾ കൊല്ലം തീരത്തേക്ക് അടിഞ്ഞിരിക്കുന്നത്. ഈ കൊല്ലം തീരത്തേക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഈ നീണ്ടകര, അതോടൊപ്പം തന്നെ കരുനാഗപ്പള്ളി ഭാഗത്തൂടെ പോകുന്ന നിരവധി സ്ഥലങ്ങളിലേക്ക് ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ വന്ന് അടിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടേക്ക് എത്തുന്നവർക്കും
ഇതൊരു ആശങ്കയാണ്. കാരണം ഈ പൊട്ടിയിട്ടുള്ള കണ്ടെയ്നറുകൾ അത് നമുക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാകും ഈ പൊട്ടിയിട്ടുണ്ട്, ഉള്ളിൽ ഏത് തരത്തിലുള്ള വസ്തുക്കളാണ് ഉണ്ടായിരുന്നതിനെ പറ്റിയിട്ടൊക്കെ പരിശോധന നടത്തണം. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരടക്കം ഇതിൽ പരിശോധന നടത്തും. അതോടൊപ്പം തന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെത്തി മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം കോസ്റ്റൽ പോലീസ് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ നിരീക്ഷണം നടത്തി വന്നിരുന്നു. ഈ മേഖലകളിലൊക്കെ വരുന്ന കണ്ടെയ്നറുകൾ അത് ഏത് തരത്തിലേക്ക് ആയിരിക്കും അല്ലെങ്കിൽ ഏത് കരയിലേക്കായിരിക്കും അടിയുക എന്നതിനെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ചെറിയഴിക്കലാണ് ആദ്യമായി ഈ കണ്ടെയ്നർ എത്തിയത്. അവിടേക്ക് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം, അതോടൊപ്പം തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ വിദഗ്ധർ, പോലീസ്, എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടായിരുന്നു. എല്ലാവരും പരിശോധന നടത്തി അവിടെയുള്ള 5 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു രാത്രി തന്നെ. പിന്നീടാണ് രാവിലെയോടുകൂടി കൂടുതൽ പേർക്ക് നിർദ്ദേശം നൽകി. ഇപ്പോൾ ഈ ഭാഗത്തേക്കും ഇങ്ങനെ അതായത് ആവശ്യമെങ്കിൽ ആളുകളെ മാറ്റുമെന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അപകടകരമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും സംഭവം കണ്ടു കഴിഞ്ഞാൽ ആളുകളെ അവിടെ നിന്ന് നേരത്തെ തന്നെ നിർദ്ദേശം നൽകി മാറ്റുമെന്നാണ്. ഇപ്പോൾ ഈ തിര ശക്തി ആർജിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് ദിവസങ്ങളായി തന്നെ കടൽ പ്രക്ഷുബ്ധമാണ്. അപ്പോൾ ഈ കണ്ടെയ്നറുകളൊക്കെ വന്ന് കരയിലേക്ക് അടിക്കുന്ന ഒരു സാഹചര്യം, ആ ശബ്ദം കേട്ടുകൊണ്ടാണ് നാട്ടുകാരൊക്കെയും ഇങ്ങോട്ടേക്ക് എത്തുന്നത്. രാവിലെ നമ്മളോട് പറഞ്ഞവർ തന്നെ വ്യക്തമാക്കിയിരുന്നു, ഈ ശബ്ദം കേട്ടിട്ട് ആദ്യം എന്താണ് വന്ന് ഇടിക്കുന്നതെന്ന് നോക്കാൻ വന്നപ്പോഴാണ് ഈ കണ്ടെയ്നർ കണ്ടത്. പിന്നീട് ഈ അവർ വാർത്താമാധ്യമങ്ങളിലൊക്കെ കണ്ട ഈ ഒരു നമ്പറിലേക്ക് വിളിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഉദ്യോഗസ്ഥർ ഈ വിവരം അറിയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ തോപ്പിൽ ഭാഗത്തും അതായത് മദാമ തോപ്പിൽ ബീച്ചിലടക്കം ഈ കണ്ടെയ്നറുകൾ എത്തി എന്നുള്ള വിവരം പിന്നീടാണ് ലഭിക്കുന്നത്. അപ്പോൾ അവിടേക്കും ഇത്തരത്തിൽ തന്നെയാണ് ഈ നാട്ടുകാരൊക്കെ ഈ സംഭവം കാണുന്നു. പിന്നീട് നേരെ ഉദ്യോഗസ്ഥരെ വിളിച്ചറിയിക്കുന്നു. ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുന്ന സാഹചര്യം. എന്തായാലും ഇവിടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ വിദഗ്ധർ ആദ്യഘട്ടത്തിൽ എത്തിയിരുന്നു. പ്രാഥമിക പരിശോധന നടത്തിയതിൽ ഈ കണ്ടെയ്നർ ശൂന്യമാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ഇത്തരത്തിൽ ശൂന്യമായിട്ടുള്ള കണ്ടെയ്നറുകളാണ് ഓരോ സ്ഥലത്തേക്കും എത്തുന്നത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കൂടുതൽ കണ്ടെയ്നറുകൾ ഒഴുകി ഈ മേഖലയിലേക്ക് എത്തുമെന്നുള്ള കാര്യം തന്നെയാണ്. അതായത് ഈ തീരത്തേക്ക് അടിയുവാനുള്ള സാഹചര്യമാണ് കൂടുതലായി ഉള്ളതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒഴുകി നടക്കുകയാണ്. എത്ര എണ്ണം എന്നുള്ള കാര്യത്തിൽ അതിൽ കൃത്യതയില്ല. അതായത് ഈ കരയ്ക്ക് അടിഞ്ഞ വിവരം ലഭിച്ച് അതൊരു 8 എണ്ണം ഉണ്ട് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. പക്ഷേ കടലിൽ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ, ഈ ഭാഗത്തേക്ക് എത്തുന്ന കണ്ടെയ്നറുകൾ എത്രയാണെന്നതിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു കണക്ക് ഇല്ല എന്നുള്ളതാണ്. എന്തായാലും അതിനുള്ള സാഹചര്യം ഏറെയാണ്. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളൊന്നും തന്നെ കഴിഞ്ഞ ദിവസം പോയിരുന്നില്ല, കടലിലേക്ക് പോയിരുന്നില്ല. കടൽ പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആശങ്ക ഒഴിവായി എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഈ നാട്ടുകാരും പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടെ രാവിലെ ഉണ്ടായിരുന്ന നാട്ടുകാരൊക്കെ തന്നെ പിന്നീട് തിരിച്ച് വീടുകളിലേക്ക് പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ വിവരം അറിഞ്ഞ് ഇവിടേക്ക് എത്തുന്നവരാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചേട്ടാ, ഈ വിവരം അറിഞ്ഞ് എത്തിയതാണോ? അപ്പോൾ ഈ കണ്ടെയ്നറുകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് ആളുകൾ എത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പോലീസിൻ്റെ ഒരു അസാന്നിധ്യം അത് രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. അത് വീണ്ടും ഈ ഭാഗങ്ങളിലേക്ക് ശക്തമാക്കണമെന്നുള്ളതാണ്. കാരണം അല്ലെങ്കിൽ കൂടുതലായും നാട്ടുകാരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഈ കണ്ടെയ്നർ ഇവിടെ താമസിക്കുന്നതാണോ? അടുത്തുള്ള രാവിലെ അറിഞ്ഞത് ആള് 3 മണി പറഞ്ഞു. ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ചറിയിച്ചു. പഞ്ചായത്ത് പറയാനെല്ലാം വിളിച്ചു. 112. കൂടുതലായിട്ടും ഇങ്ങോട്ട് കണ്ടെയ്നർ വരാൻ സാധ്യതയുണ്ടോ? എന്തെങ്കിലും അറിഞ്ഞ വന്നോണ്ടിരിക്കുന്നുണ്ടല്ലേ? എത്ര പടിഞ്ഞാറ് അടിച്ചു കയറിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ മുട്ടിൻ്റെ എത്ര അടിഞ്ഞിട്ടുണ്ട്. എത്ര ഇവിടെ 6 അടിഞ്ഞെന്നാ പറയുന്നത്. അല്ല, മൊത്തം മൊത്തം ജില്ലയിൽ 8 കണ്ടെയ്നർ അടിഞ്ഞെന്നാണ് ഇപ്പം. മൊത്തം 650 പറയുന്നത്. മൊത്തം എന്തായാലും കടലിൽ നിന്ന് ഒഴുകി ഇങ്ങോട്ടേക്ക് എത്താനുള്ള കാറ്റ് ഇങ്ങോട്ടാണ്. ഇങ്ങോട്ട് വരത്തുള്ളൂ. കാറ്റ് ഇങ്ങോട്ട് നിന്നാലും ഓളം ഇങ്ങോട്ടല്ലേ, ഇങ്ങോട്ട് തന്നെ വരത്തുള്ളൂ മൊത്തം. തീർച്ചയായും അത് തന്നെയാണ് അവരൊക്കെ വ്യക്തമാക്കുന്നത്. അതായത് കാറ്റ് ഇങ്ങോട്ടായതുകൊണ്ട് തന്നെ കണ്ടെയ്നറുകൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള സാഹചര്യമുണ്ട്. പിന്നെ കടൽ കയറി കിടക്കല്ലേ, ഇങ്ങോട്ടല്ലേ മാരി, ഏത് മാരി വന്നാലും ഇങ്ങോട്ടല്ലേ വരത്തുള്ളൂ, കിഴക്കോട്ടല്ലേ വരത്തുള്ളൂ, അങ്ങോട്ട് പോകത്തില്ലല്ലോ മാരി. അതുകൊണ്ട് മാരി അനുസരിച്ച് ഇങ്ങോട്ട് വരത്തുള്ളൂ. അങ്ങനെ കണ്ടെയ്നർ ഒഴുക്ക് അനുസരിച്ച് അങ്ങോട്ട് വരുന്നത്. അതുതന്നെയാണ്, ഒഴുക്കനുസരിച്ച് കണ്ടെയ്നറുകൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നാട്ടുകാരടക്കം വ്യക്തമാക്കുന്നത്. എന്തായാലും കാറ്റും ശക്തമാവുകയാണ്. കാറ്റിനനുസരിച്ച് ഈ കണ്ടെയ്നറുകൾ ഇങ്ങോട്ടേക്ക് എത്തുവാനുള്ള ഒരു സാധ്യതയുണ്ട്. ശരി മനോജ്, വീണ്ടും ദൃശ്യങ്ങളിൽ കാണാം നാട്ടുകാർ വീണ്ടും അതിന് മുകളിൽ, സംരക്ഷണ ഭിത്തിക്ക് മുകളിൽ കയറി നിൽക്കുന്നതൊക്കെ. ഏതായാലും പോലീസിൻ്റെ സാന്നിധ്യം
ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നത് മാത്രമാണ്. നാട്ടുകാരെ അവിടെ നിന്ന് മാറ്റുന്നു, വീണ്ടും നാട്ടുകാർ വരുന്നു തുടങ്ങിയുള്ള സാഹചര്യം. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരും അവിടെ എത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അവർ വന്നു, നോക്കി, തിരിച്ചുപോയി എന്ന്.